ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സാറ്റർഡേ അവയർനെസ്സിൽ വളരെ പ്രത്യേകതയുള്ള ഒരു വിഷയമാണ്. നമുക്ക് സെൽഫായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, അതൊരു നന്മ പ്രവർത്തികളുടെ ഗണത്തിലോ മാതൃകാപരമായ നന്മ പ്രവർത്തികളുടെ ഗണത്തിലൊക്കെ പെടുത്താൻ പറ്റുന്ന രീതിയിൽ ഈ പ്രോഗ്രാം നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അമന ടീച്ചറാണ്. അമന ടീച്ചർ വയനാട് സ്വദേശിയാണ്, ടീച്ചറായിരുന്നു. ഇപ്പോൾ റിട്ടയർമെന്റിന് ശേഷം ഇതുപോലുള്ള നന്മ പ്രവർത്തികളുടെ ഒരു മേഖലയിൽ കൃത്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സോ നിങ്ങൾ എല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം അമന ടീച്ചർ യു ആർ വെൽക്കം. താങ്ക് യു സർ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരെയും ഈ സ്വാഗതം ചെയ്യുന്നു. പതിവ് പോലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൃതജ്ഞത പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. കൂട്ടത്തിൽ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്ന സാബു സാറിന് നന്ദി പറയുന്നു. ഒരു പുണ്യപ്രവൃത്തി പോലെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛൻ 1957 ഒരു സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ അന്ന് ജനസേവനം എന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്കായിരുന്നു, ഇപ്പോഴത്തെ രാഷ്ട്രീയമായിരുന്നില്ല. നമ്മൾ സാധാരണ മനുഷ്യർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അതിന് പ്രതിഫലം വാങ്ങാത്ത ഒരു കാലമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതങ്ങനെ തുടർന്ന് പോകുമ്പം പാപ്പരായി പോകുന്നതുകൊണ്ട് പാപ്പരായപ്പം ഒരു ഹോട്ടൽ തുടങ്ങുകയാണ് ചെയ്തത്. അന്ന് എന്തുകൊണ്ടാണ് പുള്ളി ഹോട്ടൽ തുടങ്ങിയതെന്ന് എനിക്കിപ്പം മനസ്സിലാകുന്നുണ്ട്. ആ ഹോട്ടലിൽ നിന്നായിരുന്നു ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചോണ്ടിരുന്നത്. അപ്പം ചെറുപ്പം മുതലേ ഞാൻ ഹോട്ടൽ ഫുഡാണ് കഴിച്ച് വളർന്നത് എന്ന് പറയാം. വീട്ടിലെ ഫുഡ് ഹോട്ടൽ ഫുഡായിരുന്നു. സബ്ജക്റ്റ് മൗത്ത് വാട്ടറിങ് ഗുഡ്നസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു മനസ്സിൽ കൊളുത്തിപ്പിടിക്കുന്ന ഒരു ഫുഡിനെ പറ്റി ഓർമ്മ വരുന്നുണ്ടോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഫുഡ് കഴിച്ചിട്ട് അത് മനസ്സിൽ കൊളുത്തിപ്പിടിച്ചതായിട്ട്? ഈ കോട്ട് ഒന്ന് വായിക്കാവോ ഷീലാബികം? മ്യൂട്ടാണ്. Okay. Most of us have fond memories of food from our childhood, whether it was our mom's homemade lasagna or memorable chocolate birthday cake. Food has a way of transporting us back to the past. അത് എഴുതിയിരിക്കുന്നത് ഒമർ കാൻറ്റു എന്നാണ് അയാളുടെ പേര്. അമേരിക്കൻ ചെഫും ഇൻവെന്ററുമാണ്. അപ്പം നമ്മള് മനസ്സിൽ കൊളുത്തിപ്പിടിച്ച ഒരു ഫുഡ്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഫുഡിനെ പറ്റി എപ്പോഴും ആയാലും ഒരു ഫുഡ് നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു ഫുഡ് ആർക്കെങ്കിലും പറയാവോ? ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. എനിക്ക് എൻ്റെ ഉമ്മ ഉണ്ടാക്കുമായിരുന്ന കണവ തോരൻ. അത് പല രീതിയിൽ വാങ്ങിച്ച് വെച്ചിട്ട് പല രീതിയിൽ വെച്ച് നോക്കിയിട്ട് ആ ടേസ്റ്റ് ഇതുവരെയും കിട്ടിയിട്ടില്ല. കണവ അറിയാലോ, മഷിമീൻ. അതെ, മഷീൻ കോലെന്ന് പറയും. അതെ. അപ്പം അങ്ങനെ ഒരു ഫുഡ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കൊളുത്തിപ്പിടിക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഫുഡ് ഉണ്ടാക്കുമ്പം ഡു ഇറ്റ് വിത്ത് പാഷൻ ഓർ കാണത്തില്ല. ഒന്ന് പറഞ്ഞ വായിക്കാമോ മാഡം? മോസ്റ്റ് ഓഫ് us have fond memories. അടുത്തത് വന്നിട്ടില്ല. ഡു ഇറ്റ് വിത്ത് പാഷൻ ഓർ നോട്ട് അറ്റ് ആൾ. ഡു ഇറ്റ് വിത്ത് പാഷൻ ഓർ നോട്ട് അറ്റ് ആൾ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വളരെ അഭിനിവേശത്തോടെ ചെയ്യുക, സന്തോഷത്തോടെ ചെയ്യുക, ഇഷ്ടത്തോടെ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഫുഡിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പം തിരുക്കുറളിലെ ഒരു
ഫുഡിനെ പറ്റി പറയുന്നതാണ്. അതും കൂടി ഒന്ന് വായിച്ചേക്കും മാഡം. അടുത്തത് പിന്നെ വന്നിട്ടില്ല. വന്നല്ലോ. ആ ആരോഗ്യം. അതാണോ? ആരോഗ്യം ഭോജനാധീനം. ആരോഗ്യം ഭോജനാധീനം. അതെ. അത് തിരുക്കുറലിലെ ഒരു കുറളാണ്. അപ്പം ആരോഗ്യം വേണമെങ്കിൽ എങ്ങനെ ആഹരിക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ആരോഗ്യം വേണമെങ്കിൽ വെറുതെ ഭക്ഷണം കഴിച്ചാൽ പോരാ, എങ്ങനെയാണ് നമ്മൾ ആഹരിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ച് വേണം ആഹാരം കഴിക്കാൻ. ഐ ലവ് ഫുഡ്. എപ്പോഴാണ് നമ്മൾ ഫുഡിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക? നമ്മൾ ഹംഗ്രി ആവുമ്പോൾ, നമുക്ക് വിശപ്പുള്ളപ്പോഴാണ്. വിശപ്പുണ്ടെങ്കിലേ ഫുഡിനൊരു ശരിക്കും നമുക്ക് അതിനെ ഇഷ്ടപ്പെടുകയുള്ളൂ, ടേസ്റ്റും ഉണ്ടാകുള്ളൂ. അപ്പം ഇപ്പം സാധാരണ ഇപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും കേൾക്കാറുണ്ട്. ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എൻ്റെ ശരീരഭാരം കുറയുന്നില്ല എന്ന് പരാതി പറയുന്ന ആരെങ്കിലുമൊക്കെ കേട്ടിട്ടില്ലേ? ഇല്ലേ? ഉണ്ട്. അങ്ങനെ ഉള്ളവർ നമ്മുടെ ചുറ്റുമുണ്ട്. അതെന്തുകൊണ്ടാണ് അവർക്ക് പിന്നെ വർക്കൗട്ട് ചെയ്തിട്ടും കഷ്ടപ്പെട്ടിട്ടും ഇത് കുറയാത്തത് എന്തുകൊണ്ടാണ്? അമിത ആഹാരം കഴിക്കുന്നുണ്ടാവും. അവർ ആഹാരത്തെ പറ്റി അവർക്ക് ധാരണയില്ല. അവർ പോഷകാഹാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, മിതമായ ആഹാരം എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. അവരെങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്? ഓൺലൈനിൽ മിക്കവാറും ഓൺലൈനിൽ ഫോൺ എടുത്തൊരു ഞെക്കൽ ഞെക്കുമ്പോൾ 10-15 മിനിറ്റ് കൊണ്ട് ഫുഡ് മുമ്പിൽ വരും, ഇല്ലേ? അതെ, മിക്കവാറും അങ്ങനെ ആയിരിക്കും അവർ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു ശരിയായ രീതിയിലുള്ള ആഹാരത്തെ പറ്റി ഒരു ധാരണയും ഉണ്ടാവില്ല. ഇങ്ങനെ കൊണ്ടുവരുന്ന ഫുഡിൽ എന്താണ് കൂടുതലായിട്ടുണ്ടാവുക? ജങ്ക് ഫുഡാണിത്. ഇങ്ങനെയുള്ള ഫുഡുകളാണ് ഇപ്പോഴത്തെ മിക്കവാറും പിള്ളേരും ഇഷ്ടപ്പെടുന്നതും കഴിക്കുന്നതും. പിള്ളേർ മാത്രമല്ല, ഇപ്പം എല്ലാവർക്കും ഇതിനോടാണ് താല്പര്യം. ഒരു ബർഗർ കഴിക്കുകയാണ്, അല്ലേ? അതെ. അപ്പൊ ഇങ്ങനെയുള്ള ഫുഡിന് ഗുണമുണ്ടോ? നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു ഗുണങ്ങളും ഇങ്ങനെയുള്ള ഫുഡിൽ ഇല്ല എന്ന് തന്നെ പറയാം. അതെ. ഇത് ഇങ്ങനെയുള്ള ഫുഡ് കൂടുതൽ കഴിച്ചാൽ നമ്മുടെ അബ്ഡോമൻ ഫാറ്റ് കൂടുകയാണ് ചെയ്യുക. അബ്ഡോമൻ ഫാറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് കുടവയറ് അല്ലെങ്കിൽ പൊണ്ണത്തടി ഇതൊക്കെ ഉണ്ടാവും. പിന്നീട് അടുത്ത നടപടി ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അതെ. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരും എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്താ ചെയ്യുന്നത്? ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരുമെന്ന് അറിയാമെങ്കിലും അതങ്ങ് മറക്കുകയാണ്, അല്ലേ? അതെ. അതാണ് സംഭവിക്കുന്നത്. ഇവിടെ കുറച്ച് ജങ്ക് ഫുഡിന്റെ കുഴപ്പങ്ങൾ, കുറച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പറ്റി പറയുന്നുണ്ട്. ഒബിസിറ്റി, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, സ്ട്രോക്ക്, ഹൈ കൊളസ്ട്രോൾ, ക്യാൻസർ, ഡിപ്രഷൻ, ഇൻഫെർട്ടിലിറ്റി, റോഡ് ട്രാഫിക് ആക്സിഡന്റ്. ഫാറ്റി ലിവർ. ഇതെല്ലാം ഇതിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഈ അബ്ഡോമൻ ഫാറ്റ് കൂടുതലും നമ്മൾ വറുത്ത ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന കുഴപ്പം ഹൃദ്രോഗമാണ്. വറുത്ത ഭക്ഷണമാണല്ലോ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം, വറുത്ത് പൊരിച്ചത്. അതെ. ചെറിയ പ്രായത്തിൽ തന്നെ രക്തക്കുഴലിൽ അടിയുന്ന പ്ലേക്കുകൾ ചെറിയ പ്രായത്തിൽ തന്നെ ഹൃദ്രോഗം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് തന്നെ ഹൃദ്രോഗം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ചെറിയ കുട്ടികളെ തന്നെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ ഫുഡ് പാറ്റേൺ മാറ്റി കൊടുക്കണം, കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണം. നമ്മൾ കൊടുക്കുന്നതാണല്ലോ ചെറുപ്പത്തിൽ അവർ കഴിക്കുക. അപ്പം നമ്മളും ഇത് കഴിക്കുന്നവരാകുമ്പോഴാണ് കുട്ടികൾക്ക് ഈ ഹാബിറ്റ് കൂടുതൽ ഉണ്ടാകുന്നത്.
ബ്രോയിലർ കോഴി സ്ഥിരമായി കഴിച്ചാൽ നല്ലതാണോ? അല്ലല്ലോ. നമ്മൾ അല്ല. ബ്രോയിലർ കോഴി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നാടൻ കോഴി കൊടുത്താൽ പിള്ളേർ കഴിക്കുകയില്ല. അത് കടിച്ചു കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്ത് വന്നാലും അവരത് പിന്നെ കഴിക്കില്ല. അപ്പോൾ ഈ പുറത്തുനിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്ന ഭക്ഷണത്തിന്റെ വേറൊരു കുഴപ്പമാണ് റീയൂസ്ഡ് ഓയിൽ. ട്രാൻസ് ഫാറ്റിന്റെ പ്രൊഡക്ഷൻ കൂടുന്നു ഈ റീയൂസ്ഡ് ഓയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ. ഹാർട്ട് അറ്റാക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് റീയൂസ്ഡ് ഓയിൽ. ഇപ്പം നമ്മളിപ്പം വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ എണ്ണ മിച്ചം വരുന്നത് പലരും ഇങ്ങനെ വേറെ പാത്രത്തിലൊക്കെ ഒഴിച്ചു വെച്ചിരിക്കുന്നത് കാണാം. നമ്മൾ പൂരി ഉണ്ടാക്കുകയാണെങ്കിൽ പൂരി ഉണ്ടാക്കി കഴിയുമ്പോൾ ചീനച്ചട്ടിയിലുള്ള എണ്ണ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പണ്ട് മുതലേ ചെയ്യാറുണ്ടായിരുന്നത്, എനിക്കിതിങ്ങനെ ഒഴിച്ചു വെച്ച് അത് പിന്നെ ഓർത്തിരിക്കാനും പിന്നെ ആ ഒരു പാത്രവും കൂടെ പിന്നെ കഴുകാൻ പോകണം, അതിൻ്റെയൊക്കെ ഒരു മടി കൊണ്ടും കൂടി ആണെങ്കിലും ഞാൻ പണ്ട് മുതലേ ചെയ്യാറുണ്ടായിരുന്നത്, പിന്നെ തുടക്കം മുതൽ ഉണ്ടാക്കിയ പൂരിയുടെ വലുപ്പമായിരിക്കില്ല പിന്നീട് ഉണ്ടാക്കുമ്പോൾ എണ്ണയ്ക്കനുസരിച്ച് പൂരിയുടെ വലുപ്പം നമ്മളാണല്ലോ ഉണ്ടാക്കുന്നത്, നമ്മുടെ സൗകര്യത്തിന് ഉണ്ടാക്കാം. അപ്പോൾ എണ്ണയ്ക്കനുസരിച്ച് പൂരിയുടെ വലുപ്പം കുറച്ച് എണ്ണ അങ്ങ് തീർക്കും. എന്നിട്ട് അവസാനം അതിലൊരു കടുകും പൊട്ടിച്ച് കറിക്കൊരു കടുകും പൊട്ടിച്ച് ഞാൻ ആ പാത്രം ഒഴിവാക്കും. അതാണ് ഞാൻ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കാരും പറഞ്ഞു തന്നതല്ല, അതാണ് എനിക്ക് എളുപ്പം. അങ്ങനെ പല വീട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട് പല പാത്രത്തിൽ എണ്ണ ഇങ്ങനെ ഒഴിച്ച് മാറ്റി വെച്ചിരിക്കുന്നത്, വീടുകളിൽ പോലും. അപ്പോൾ ആ ഹോട്ടലിലെ സ്ഥിതി എന്തായിരിക്കും? അവർ ഈ റീയൂസ്ഡ് എണ്ണ ഉപയോഗിക്കുന്നില്ല നന്നായിട്ട്. അവർ ആ ചീനച്ചട്ടി തന്നെ വീണ്ടും എണ്ണ ഒഴിക്കുന്നു. അപ്പോൾ ആദ്യം ഒഴിച്ച എണ്ണ എത്ര നാൾ മുമ്പ് ഒഴിച്ചോ അത്രയും തവണ അത് തിളയ്ക്കുന്നുണ്ട്. അത് നമ്മൾ ആലോചിക്കുന്നില്ല. അതുപോലെ ഹോട്ടലിൽ ചെന്നാൽ നമുക്ക് മിന്നൽ ചൂടുള്ള ഭക്ഷണം കിട്ടും, ആവി പറക്കുന്ന ഭക്ഷണം കിട്ടും. വീട്ടിലാകുമ്പോൾ ചിലപ്പം അമ്മ 10 മണിക്ക് ഉണ്ടാക്കി വെച്ച ഭക്ഷണമായിരിക്കും നമ്മൾ 1 മണിക്ക് കഴിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ 2 മണിക്ക് കഴിക്കുന്നുണ്ടാവുക. ഹോട്ടലിൽ ചെന്നാലും നമുക്ക് ചൂടുള്ള ഭക്ഷണം കിട്ടും. അതെങ്ങനെയാണ് ചൂടുള്ള ഭക്ഷണം കിട്ടുന്നത്? നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്നാലും അവർ അന്നേരം വേവിക്കുന്ന ഭക്ഷണമല്ല അത്. നേരത്തെ എപ്പോഴോ പുഴുങ്ങി റെഫ്രിജറേറ്ററിൽ വെച്ച ഭക്ഷണമാണ്. എത്ര കാലം മുമ്പ് പുഴുങ്ങി വെച്ചതാണെന്ന് ഉറപ്പില്ല. ചിലവാകുന്നതിനനുസരിച്ച് അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതിൽ ഏതൊക്കെ ബാക്ടീരിയ, ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഈ സംസ്കരിച്ച ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്ത് ഉപയോഗിച്ചിട്ടാണ് കൂടുതലും ഭക്ഷണം സംസ്കരിക്കുന്നത്? ഉപ്പ് അല്ലേ? ഉപ്പ് ഉപയോഗിച്ച്. ഉപ്പ്. അപ്പോൾ ഉപ്പ് കൂടുതലാകുമ്പോൾ നമുക്ക് BP കൂടാൻ വേറെ പണിയൊന്നും വേണ്ട. അപ്പോൾ വളരെ പണ്ട് വയസ്സായവർക്ക് വന്നുകൊണ്ടിരുന്ന അസുഖം ചെറുപ്പക്കാർക്ക് മുതൽ ഇങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാരയോ കൊഴുപ്പോ നമ്മൾ കൂടുതൽ ഭക്ഷണത്തിൽ നമ്മൾ അകത്താക്കിയാൽ എന്താണ് പ്രശ്നം ഉണ്ടാകുക? ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോപിക് ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ബ്രെയിനിലൊരു ഇതുണ്ട്. അതിൻ്റെ BDNF എന്ന് പറയും. ഇതിൻ്റെ പ്രവർത്തനം കുറയും. BDNFന്റെ പ്രവർത്തനം കുറയും, നമുക്ക് ഓർമ്മശക്തി കുറയും. ഹോട്ടൽ ഭക്ഷണം ഡിപ്രഷൻ ഉണ്ടാക്കും. എസൻഷ്യൽ അമിനോ ആസിഡ് ആയിട്ടുള്ള ട്രിപ്റ്റോഫാൻ കണ്ടന്റ് എപ്പോഴും ഈ ഹോട്ടൽ ഭക്ഷണത്തിൽ കുറവായിരിക്കും. അപ്പോൾ അത് ഡിപ്രഷൻ ഉണ്ടാക്കാൻ കൂടുതൽ സാധ്യത വരുന്നുണ്ട്. റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റിന്റെ പ്രസൻസ് പൊറോട്ടയിലും ബ്രെഡിലും കുക്കീസിലും ഒക്കെ. മൈദയാണല്ലോ ഉപയോഗിക്കുന്നത്. മൈദയുടെ പ്രത്യേകത എന്താണ്? ഫൈബർ ഇല്ലാത്ത ആഹാരമാണ്. താങ്ക് യു. ഇതിന്റെ അമിത ഉപയോഗം ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസ്, ദഹനക്കുറവുണ്ടാക്കും. ഈ ദഹനക്കുറവ് അസിഡിറ്റിയിലേക്ക് നയിക്കും. പണ്ട് കുറേ വയസ്സായ ആളുകൾക്ക് അസിഡിറ്റി ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ചെറിയ കുട്ടികൾ തന്നെ അസിഡിറ്റി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അസിഡിറ്റി കാണുന്നുണ്ട്, കുട്ടികളിലും അസിഡിറ്റി കാണുന്നുണ്ട്. പണ്ട് കുട്ടികൾക്ക് അസിഡിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഫുഡ് പാറ്റേൺ വ്യത്യസ്തമാണ്. നമ്മൾ രാവിലെ എണീക്കൂല. ഒരു ദിവസത്തിലെ ആദ്യത്തെ ഫുഡ് മിക്കവാറും ലഞ്ചായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന സ്വഭാവം മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. അടുക്കളയിൽ ജോലി ചെയ്യുന്നവർക്ക് പോലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരം കിട്ടാറില്ല. ഞാൻ കുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്ത് സ്കൂളിൽ കറക്റ്റ് ബെല്ലടിക്കുന്നതിന് മുമ്പ് എത്തണമല്ലോ.
അപ്പോൾ ഞാൻ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. പിന്നെ എനിക്ക് പോകെ പോകെ വയ്യാണ്ടാകുന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കുമ്പോൾ ആവുന്നില്ല. കാരണം ആ ഹാബിറ്റ് അങ്ങ് പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഹാബിറ്റ് നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ചത്. ഇപ്പം ഞാൻ കൃത്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇപ്പം ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട്. അന്ന് അത്രയ്ക്കൊന്നും അറിയത്തുമില്ല. പിന്നെ നേരവും ഇല്ല. അത്ര അറിയാമായിരുന്നെങ്കിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. അതെ. അപ്പൊ ഫുഡ് പാറ്റേൺ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ ഒക്കെ നമ്മൾ കുട്ടികളെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊന്ന് വായിച്ചേക്കാവോ മാഡം? Overeating is always a decision. Nobody forces your hand to pick up food and put it into your mouth. ഇപ്പം ചില ആളുകൾക്ക് ഈ ഓവർ ഈറ്റിംഗ് സ്വഭാവമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഒരു നല്ല കറി കാണുവാണെങ്കിൽ വീണ്ടും 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 ചോറെടുത്ത് കഴിക്കുന്നത് കാണാമല്ലോ ആളുകൾ. അതെ. ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പൊ ഒരു ആ, നല്ല അതെ. കറിയാണെങ്കിൽ ആ കറി കൂട്ടി എത്ര ചോറ് കഴിക്കണം എന്ന് നമ്മൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. നമ്മളാണ് ഡിസിഷൻ എടുക്കേണ്ടത് നമ്മൾ എത്ര കഴിക്കണം എന്ന്. കറി നല്ലതാണ്, പക്ഷെ നമ്മൾ അത് ഇത്രേ കഴിക്കുന്നുള്ളൂ നമ്മൾ ആദ്യം അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റും. സോറി. അപ്പൊ നമുക്ക് ഇതിന് ഇനി ചെയ്യാവുന്ന കാര്യം ഇത് കാണാവോ മാഡം? കാണാം, കാണാം. One Tomato cannot ടെ think well, love well, sleep well if one has not dined well. നമ്മൾ വളരെ കറക്റ്റായിട്ട് ഭക്ഷണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം കറക്റ്റായിട്ട് കഴിച്ചാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ചിന്തിക്കാം. എല്ലാ കാര്യങ്ങളും എന്ത് കാര്യമായാലും വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതൊന്ന് വായിച്ചേക്ക് മാഡം. തിരുക്കുറളാണ്. ഇപ്പുറത്ത് ശതം ശതം വിഹായ ഭോക്തവ്യം. ശതം 100 വിഹായ ഭോക്തവ്യം. 100 കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണെങ്കിലും നമ്മൾ സമയത്ത് ഊണ് കഴിച്ചിരിക്കണം എന്നാണ്. 100 കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണെങ്കിലും നമ്മൾ സമയത്ത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ നമ്മൾ സമയത്ത് ഫുഡ് കഴിച്ചിരിക്കണം. ഓക്കെ. ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ് അത് മാറിപ്പോയി കുറച്ച്. അപ്പൊ നമുക്ക് ഈ ഗതികേടിൽ നിന്നൊക്കെ ഒഴിവാകാനുള്ള ഒരു മാർഗമാണ്, അതിന്റെ ഓർഡർ തെറ്റിപ്പോയി. അത് ഒഴിവാക്കാനായിട്ട് ഹോം മെയ്ഡ് ഫുഡ്. ഹോം മെയ്ഡ് ഫുഡ് ഈസ് സെൽഫ് മെയ്ഡ് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. നമ്മൾ ടേസ്റ്റിന് വേണ്ടി ഈ ചേർക്കുന്ന പല സാധനങ്ങളും ഉണ്ട്. മറ്റേ ഹോട്ടൽ ഫുഡിലാകുമ്പോൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാകും. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഒഴിവാക്കാനും നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെ ടേസ്റ്റിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ല. ഒരു കാര്യം നമ്മൾ അറിയാതെ ചേർത്ത് പോകുന്നുണ്ട്. നമ്മുടെ അമ്മമാർ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അമ്മമാരുടെ സ്നേഹം അതിൽ ചാലിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതൽ ഹോം മെയ്ഡ് ഫുഡിന് ഉണ്ടാവുന്നതാണ്. അപ്പം ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് ഹോം മെയ്ഡ്. ഓക്കെ മാം. ഗുഡ് ഫുഡ് ഈസ് വെരി ഓഫൺ, ഈവൻ മോസ്റ്റ് ഓഫൺ സിമ്പിൾ ഫുഡ്. അപ്പം നമുക്കൊരു ഒത്തിരി വില കൊടുത്ത് അല്ലെങ്കിൽ ഒരുപാട് വലിയ കടയിൽ പോയി മേടിച്ചാലൊക്കെ നല്ല ഫുഡാകുള്ളൂ എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാവും. പക്ഷേ ഏറ്റവും നല്ല ഫുഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫുഡാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ
മൈൻഡ്ഫുൾ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അമ്മമാർ മൈൻഡ്ഫുൾ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ വെണ്ടയ്ക്കയോ കോളിഫ്ലവറോ ഒക്കെ കൊണ്ടുവന്നാൽ നമ്മൾ പുഴു ഉണ്ടോ നോക്കൂ അല്ലേ? അപ്പൊ അതെ. അത് നമ്മുടെ കണ്ണുപയോഗിച്ചാണ് ചെയ്യുന്നത്. ദോശ മൊരിയുമ്പോൾ നമ്മളത് ചെവി കൊണ്ട് കേൾക്കുന്നു. പിന്നെ പായസം വെന്തോന്ന് മണം കൊണ്ടാണ് നമ്മൾ അറിയുന്നത്. ചോറ് വെന്തോന്ന് നോക്കുന്നതും ടച്ച് ചെയ്തിട്ടാണ്. അങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുന്നത്. അത് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ കഴിക്കുകയും വേണം. മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇന്നലെ ജോർജ് സാർ കൃത്യമായിട്ട് പറഞ്ഞു. മൊബൈൽ ഫോണൊക്കെ മാറ്റിവെച്ച് മൈൻഡ്ഫുൾ ആയിട്ട് ആ ആഹാരത്തിന്റെ രുചി അറിഞ്ഞുകൊണ്ട് വേറെ ഒന്നിലേക്ക് ശ്രദ്ധ പോകാതെ വളരെ മെഡിറ്റേറ്റീവ് സ്റ്റൈലിൽ വേണം ഭക്ഷണം കഴിക്കാൻ. അതൊന്ന് വായിച്ചേക്കും മാഡം. When you love what you have everything you need. നമ്മുടെ ആ മെന്റാലിറ്റിയാണ് പ്രശ്നം. നമ്മൾ വീട്ടിലുള്ള ഫുഡിനോടാണ് നമുക്ക് സ്നേഹമെങ്കിൽ നമുക്കത് വളരെ രുചിയോടെ കഴിക്കാൻ പറ്റും. നമ്മുടെ മനസ്സിനെ നമ്മൾ ചിട്ടപ്പെടുത്തി എടുക്കലാണ് ഏറ്റവും അത്യാവശ്യം. നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന ഫുഡാണ് നല്ലത് എന്ന് നമ്മുടെ മനസ്സിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡിന് ഒരിക്കലും ടേസ്റ്റ് കിട്ടില്ല. അപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡിന്റെ ഒരു 6 ബെനിഫിറ്റ്സ് പറയാം. ഒന്ന്, സേഫ് ആൻഡ് ഹെൽത്തി. പറഞ്ഞോളൂ മാഡം. Safe and healthy, quality of ingredients, family bonding time, portion control, cleanliness, saves money and time. താങ്ക് യു മാം. സേഫ് ആൻഡ് ഹെൽത്തി, അത് നമുക്ക് സംശയിക്കാനില്ല. അമ്മയുടെ സ്നേഹം ചാലിച്ച ഫുഡാണ്. ഫുഡ് മരുന്ന് പോലെയാണ് നമ്മൾ കഴിക്കേണ്ടത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഫുഡ് മരുന്ന് പോലെയാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇത് ഈറ്റിംഗ് വായിച്ചോളൂ മാഡം. Eating well is a form of self-respect. നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി മാത്രമുള്ള ഫുഡ് കഴിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ റെസ്പെക്ട് ചെയ്യുകയാണ് അല്ലേ? അതെ. നമ്മുടെ ശരീരത്തിന് വേണ്ട ഫുഡ് എന്താണെന്ന് കണ്ടെടുത്തി നമ്മൾ അത് മാത്രം കഴിക്കുന്നു. കണ്ടമാനം വേറൊന്നും കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മളെ തന്നെയാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത്. നമുക്കതൊരു സെൽഫ് റെസ്പെക്റ്റ് ആണ്. അതെ. ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസിന്റെ ക്വാളിറ്റി നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, വല്ലാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. Good day biscuit. Figuring out. Picture. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു സാധനത്തിന്റെ ഒരു പാക്കറ്റിന്റെ പുറത്തുള്ള ഇൻഗ്രീഡിയൻസ് ആ പാക്കറ്റിൽ ഇല്ല. ഒരു 0 പോയിന്റ് ആണ് മിക്കവാറും ഉള്ളത്. പണ്ട് ആരോ റൂട്ട് ബിസ്ക്കറ്റ് മാത്രം ഞാൻ വാങ്ങിയിട്ടുണ്ട്, കുറച്ചൊക്കെ വല്ലപ്പോഴും. അത് മുഴുവൻ ആരോ റൂട്ടാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിൽ
ആരോ റൂട്ട് മരുന്നിന് പോലും കാണൂല എന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. നമ്മൾ ആ എഴുതിയതൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കാറ്. അതെ. Quality of ingredients we prepare and the temple and oil, good for ഇത് ഇപ്പം മനസ്സിലായല്ലോ. പിന്നെ നമ്മൾക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനവും നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റില്ല. അത് ഇപ്പം പാം ഓയിലല്ല, മറ്റേ സൺഫ്ലവർ നെയ്യ്. ഓയിലിനൊക്കെ എത്ര വിലക്കുറവാ. അത് അതെ. സൺഫ്ലവർ സീഡിന് വിലയുണ്ട്. അപ്പൊ അതിന്റെ എത്ര സീഡ് ഉണ്ടായാലും ഒരു ലിറ്റർ എണ്ണ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിച്ചാൽ അത് എണ്ണയല്ല എന്ന് നമുക്ക് മനസ്സിലാവും. സൺഫ്ലവർ ഓയിൽ എന്ന് പറഞ്ഞു തരുന്നത് സൺഫ്ലവർ ഓയിൽ അല്ല എന്ന് നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. അങ്ങനെയാണ് മിക്കവാറും സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നതൊക്കെ അങ്ങനെയാണ്. പിന്നെ അത് കൂടാതെ പാം ഓയിലിനൊരു പാം ഓയിൽ മാഫിയ തന്നെയുണ്ട്. ആ പാം ഓയിൽ ഉപയോഗിച്ച് ഹാർട്ട് അറ്റാക്ക് 50 കൊല്ലമായി ഹാർട്ട് അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പാം ഓയിലിൽ നിന്നാണ്. പാം ഓയിൽ ഉപയോഗിക്കുന്നതിൽ നിന്നാണ്. ഒരു ചെയിൻ സ്മോക്കറുമാണ്. നന്നായിട്ട് വെള്ളമടിക്കും. ആൽക്കഹോൾ ആണ്. അങ്ങനെയുള്ള ഒരാൾക്ക് വരുന്ന ദോഷത്തെക്കാളും എത്രയോ ഇരട്ടിയാണ് ഈ പാം ഓയിലിൽ നിന്ന് മനുഷ്യർക്ക് വരുന്ന ദോഷം, ശരീരത്തിന് വരുന്ന ദോഷം. ഒരു ഗ്രോസറി ഷോപ്പിൽ പോയിട്ട് കുട്ടികളുടെ ഒരു എഡിബിൾ ഫുഡ് നിങ്ങൾക്ക് പാം ഓയിൽ ഇല്ലാത്തത് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. കുട്ടികളുടെ എല്ലാ ഫുഡിലും ബിസ്ക്കറ്റ് മുതൽ ചോക്ലേറ്റ് മുതൽ എല്ലാത്തിലും ഈ കില്ലർ പാം ഓയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ലേസ് ഒരു വലിയ ഭീകര കമ്പനിയാണ്. ആ കമ്പനി ഇങ്ങോട്ടൊക്കെ അയക്കുന്ന ലേസിൽ ഈ പാം ഓയിലും വെസ്റ്റേൺ കൺട്രീസിൽ വളരെ ശ്രദ്ധയുണ്ട്. അവർ അവിടെ വേറെ എണ്ണ ഉപയോഗിക്കും. ദേ ആർ യൂസിങ് ഡിഫറെൻറ്റ് ഓയിൽ ഇൻ വെസ്റ്റേൺ കൺട്രീസ്. പിള്ളേരുടെ ബ്രെയിന്, ഹാർട്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഇതിന് രണ്ടിനും ഡാമേജ് വരുന്ന പ്രശ്നം ഇതാണ്. കുട്ടികൾക്ക് ഈ ലേസൊക്കെ മാത്രം മതിയല്ലോ കഴിക്കാൻ. അതെ. ഒരു പാം ഓയിൽ മാഫിയ തന്നെയുണ്ട്. അപ്പം നമ്മുടെ പിള്ളേരെ അഡിക്റ്റഡ് ആക്കിയിരിക്കുകയാണ്. ലേസിനും അങ്ങനെയുള്ള ഫുഡുകൾക്ക് അഡിക്റ്റഡ് ആക്കിയിരിക്കുകയാണ് ഈ പാം ഓയിൽ മാഫിയ. ഒരു 1 lakh ഡോക്ടേഴ്സ് ഒപ്പിട്ട് ഒരു മെമ്മോറാണ്ടം പ്രൈം മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഒന്നും ആയിട്ടില്ല ഇതുവരെ. ഇപ്പം നമ്മൾ ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഒരു ആപ്പിൾ പോലും ആ ഫാക്ടറിയിലേക്ക് ചെല്ലുന്നില്ല. അവസാനം അങ്ങേര് പറഞ്ഞത് പോയിസൺ ജ്യൂസ് എന്ന് പറയുമായിരിക്കും നല്ലതെന്ന്. കാരണം അതിന്റെ ഒരു ആപ്പിളിന്റെ മണം വരുന്ന എന്തോ രാസവസ്തു ചേർത്തിട്ടാണ് അവർ ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഇനി ആപ്പിൾ ഒരെണ്ണം നേരിട്ട് പോയി വാങ്ങുവാണെങ്കിൽ ഒരു ഒട്ടിക്കലുണ്ടല്ലോ ആപ്പിളിന്, സ്റ്റിക്കർ ഉണ്ട്. ആ സ്റ്റിക്കർ മാറ്റി നോക്കി. ഇതൊക്കെ ഉം. ചീഞ്ഞു പോകാതെ കാലങ്ങളോളം കടയിൽ ഇരിക്കണ്ടേ? എവിടുന്നൊക്കെ അതെ. എത്ര കാലം കൊണ്ട് വരുന്നതാണ്. അയ്യോ. അതിൽ മെഴുക് പുരട്ടുകയാണ് ചെയ്യുന്നത് കേടുവരാതിരിക്കാൻ. ആ അതെ മെഴുക് അതെ. അല്ല, അതിന്റെ ഉള്ളിൽ എന്തോ കുത്തി വെക്കുന്നുണ്ടാവും സാർ. ഉള്ളിലേട്ടും കുത്തി വെക്കുന്നുണ്ടാവും. ഒരു ഓട്ട കാണുന്നുണ്ട് അവിടെ. ഈ സ്റ്റിക്കറുള്ള ആപ്പിൾ ഒരുപാട് നാളിരിക്കും. ഒരു ഓട്ട കാണുന്നുണ്ട് അവിടെ. അതെ, എന്തോ സാധനം അതിൽ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതാണ് ഫാമിലി ബോണ്ടിങ് ടൈം. ആളുകൾ ഒരു വീട്ടിലുള്ളവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ബോണ്ടിങ് ടൈം. പിന്നെ വീട്ടിലെ ഭക്ഷണത്തിന് അങ്ങനെയും കൂടി ഒരു സപ്പോർട്ട്, ബോണ്ടിങ് ടൈമിന്റെ സപ്പോർട്ടും കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പ്രത്യേക ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും, എല്ലാവർക്കും എല്ലാ സമയത്തും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും വീട്ടിൽ ഫുഡ് ഒരുമിച്ചിരുന്ന് വീട്ടിലുണ്ടാക്കിയ ഫുഡ് കഴിക്കുന്നത് പ്രത്യേകിച്ച് ഒരു എല്ലാവരും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനും എല്ലാം വഴിവെക്കും. കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ചെയർ എടുക്കാനും അവർക്ക് നല്ല ഭംഗിയുള്ള പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കാനും ഒക്കെ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും വലിയ സന്തോഷമായിരിക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ. എൻ്റെ അടുത്ത വീട്ടിലൊരു ഫാമിലി ഉണ്ടായിരുന്നു. ആ ഫാമിലിയുടെ അവിടെ അദ്ദേഹം ഭയങ്കര വിദ്യാഭ്യാസവും ജോലിയൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ ഫുഡ് കഴിക്കാൻ കുട്ടികളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വിളിച്ചാൽ അങ്ങേര് വരികയില്ല. നീ പറയുമ്പം വന്ന് ഫുഡ് കഴിക്കേണ്ട ആളാണോ ഞാൻ എന്ന് ചോദിക്കും. വരുവേയില്ല. അപ്പം എന്തെങ്കിലും ജോലി ചെയ്യുമായിരിക്കും. ആ ജോലി തീർക്കണമല്ലോ, തീർക്കാതെ വരില്ല. ഒരിക്കലും വന്ന് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ അങ്ങേർക്ക് കൊടുക്കാതെ അല്ലെങ്കിൽ അങ്ങേരെ വരാൻ വെയിറ്റ് ചെയ്യാതെ കുട്ടികൾ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി കൊടുത്ത് ശീലാക്കി. അങ്ങനെ ആ ബോർഡിംഗ് ടൈമിനെ പറ്റിയൊന്നും വിദ്യാഭ്യാസം ഉള്ളവർ പോലും ചിന്തിക്കാത്ത അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. പോർഷൻ കൺട്രോൾ ഇത് വളരെ പ്രധാനമാണ്. നമ്മുടെ വീട്ടിലെ ഫുഡാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് കഴിക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിന് വേണ്ടത് മാത്രം ഉണ്ടാക്കാനും കഴിക്കാനും പറ്റും. പഴയതാക്കാതെ പഴയ ഭക്ഷണം കഴിക്കുന്ന ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ഥിരമായി ഉണ്ടാക്കുമ്പോൾ നമുക്ക് എത്ര പേർക്ക് വേണോ അത്രയും കൃത്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു ഓവർ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ടു ഈറ്റ് ഈസ് എ നെസസിറ്റി ബട്ട് ടു ഈറ്റ് ഇൻ്റലിജൻ്റ്ലി ഈസ് എൻ ആർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് മാത്രം കൃത്യമായി കഴിക്കുന്നതാണ്, കൃത്യമായി വൃത്തിയായി കഴിക്കുന്നതാണ് ഇൻ്റലിജൻ്റ്ലി ഈറ്റിംഗ്. ശരിയല്ലേ? അതെ. ഞാൻ പോയ സ്കൂളിലൊക്കെ കുട്ടികൾ ഫുള്ള് പ്ലേറ്റിലുള്ളത് മുഴുവൻ കഴിക്കാനുള്ള ഒരു നിർബന്ധം കാണിച്ചപ്പോൾ അവർ പിള്ളേരെല്ലാം അങ്ങനെ കഴിക്കുമായിരുന്നു. എന്നിട്ട് പ്ലേറ്റും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു കാണിക്കാൻ, ചെറിയ കുട്ടികളൊക്കെ. അത് എനിക്കാണ് അതിന് നിർബന്ധം. ഞാൻ അസംബ്ലിയിലൊക്കെ പറയും കുട്ടികൾ ഫുഡ് വേസ്റ്റ് ആക്കരുത്, കളയരുത് എന്നൊക്കെ പറയുന്നത് കൊണ്ട് അവർക്ക് ഫുഡ് പ്ലേറ്റും എടുത്ത് അവർക്ക് കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോ ക്ലാസ്സിലേക്ക് വേണ്ട ബക്കറ്റുകളൊക്കെ വാങ്ങി ക്ലാസ്സിൽ ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് നമ്മളെന്താണോ ചെയ്ത് കാണിക്കുന്നത് അത് പിള്ളേർ ചെയ്തോളും. ഇങ്ങനെ ഫുഡ് എടുക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും ഒത്തിരി ചോറും കുറച്ച് കറിയുമാണ് സാധാരണ എടുക്കാറ്. പക്ഷേ ചോറിൻ്റെ അളവ് കുറച്ച് കറികൾ, പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെയാണ് നമ്മൾ കൂടുതൽ കഴിക്കേണ്ടത്. ഈ പോർഷൻ അല്ലെങ്കിൽ അളവ് നിയന്ത്രണം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെയിറ്റ് ലോസ് ആവശ്യമുള്ളവർക്കാണ് മനസ്സിലാകുക. ശരിയല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോർഷൻ കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭക്ഷണം ഇങ്ങനെ നമ്മളൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം പ്ലേറ്റിൽ എടുക്കുകയുള്ളൂ ഭക്ഷണം. രണ്ടാമത് വേണം തോന്നിയാൽ മടി കൊണ്ട് കൂടെ എടുക്കൂല. രണ്ടാമത് വേണമെന്നൊരു ഫീല് വന്നാൽ ചിലപ്പോൾ മടി കൊണ്ടായാൽ പോലും അത് എടുക്കൂല. അതേസമയം വീണ്ടും 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 പോയി കോരിയിട്ട് കഴിക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്ക് പണ്ട് മുതലേ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നത്. അതേസമയം നമ്മൾ ഇതൊന്ന് വായിച്ചേ മാഡം. Napping is the best activity for
weight loss because I can't eat anything when I am asleep. വെയിറ്റ് ലോസിന് വേണ്ടി ഉറങ്ങുവാണ്. കാരണം ഉറങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കൂലല്ലോ. അതൊരു കാർട്ടൂണാണ്. Okay. ഇത് അത് വായിച്ചു. Did you know? Did you know? Plating your meals on small dishes can trick your brain into thinking you are eating more. Avoid overeating by giving yourself a limited portion. ഓവർ ഈറ്റിംഗ് നമ്മൾ ചെയ്യാതിരിക്കാനുള്ള ഒരു എളുപ്പ വിദ്യയാണ്. നമ്മൾ ഫുഡ് എടുക്കുന്നത് വളരെ ചെറിയ പാത്രത്തിൽ എടുക്കുക. അപ്പം അതിൽ നിറയെ ഉണ്ടാവും. അപ്പം നമ്മുടെ ബ്രെയിൻ വിചാരിക്കും നമ്മൾ ഒത്തിരി ഭക്ഷണം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒത്തിരി ഭക്ഷണം ഉണ്ടെന്ന് ഓർത്താണ് അത് കഴിക്കുക. വലിയൊരു പ്ലേറ്റിൽ കുറച്ച് ഭക്ഷണം വെക്കുന്നേക്കാളും കുഞ്ഞു പ്ലേറ്റിൽ കുഞ്ഞു പ്ലേറ്റിൽ നിറച്ച് ഭക്ഷണം എടുക്കുക, നമുക്ക് വേണ്ട ഭക്ഷണം. അപ്പം ബ്രെയിൻ വിചാരിക്കും നമ്മൾ ഒത്തിരി ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന്. അപ്പം നമ്മൾക്ക് സാറ്റിസ്ഫാക്ഷൻ ബ്രെയിൻ നിന്നാണല്ലോ വരേണ്ടത്. അതെ, ബ്രെയിനിനെ നമുക്ക് എങ്ങനെ പറ്റിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്ത ഇതാണ് ക്ലീൻ കിച്ചൺ. ഇത് ആദ്യത്തെ ഇതാണ്. ദിസ് ഈസ് എ സെൽഫ് ക്ലീനിങ് കിച്ചൺ. ക്ലീൻ അപ്പ് ആഫ്റ്റർ യുവർ സെൽഫ്. കിച്ചണിൽ തൂക്കാൻ പറ്റിയൊരു ഇതാണ്. അവർ കിച്ചൺ റൂൾസ് കിച്ചണിൽ റൂൾസ് വേണം. ഇഫ് യു എംപ്റ്റി ഇറ്റ്, fill it. If you dirty it, clean it. If you open it, close it. If you spill it, wipe it up. If you cook it, share it. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാള് സാധാരണ കുട്ടികളൊക്കെ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ കഴിച്ച പാത്രമൊക്കെ അവിടെ കൊണ്ടിടും, പിന്നെ അമ്മ വന്ന് കഴുകട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഓരോ കുട്ടിയും അവനവൻ്റെ പാത്രം കഴുകി ശീലിക്കണം. കുറച്ച് വളർന്നാൽ പിന്നെ കൂടുതൽ പാത്രം കഴുകി ശീലിക്കണം. അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീണു പോയാൽ അത് വൃത്തിയാക്കാനും, അവർ വഴി വൃത്തികേടായാൽ അത് വൃത്തിയാക്കാനും ഒക്കെയുള്ള ഒരു ശീലം ഓരോരുത്തർക്കും വേണം എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ ഇതെല്ലാം കൂടി ഒരാളുടെ തലയിലേക്ക് വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. അടുക്കളയിലെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ ഒരാളുടെ തലയിലേക്ക് വെക്കുന്ന ആ ഏർപ്പാട് നിർത്തിയാൽ നമുക്ക് ഒരുപാട് എളുപ്പമുണ്ട്. വീട്ടിലെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഗുണവും നമുക്ക് കഴിക്കാൻ താല്പര്യം കൂടാനും ഉള്ള സാധ്യത. ഓരോരുത്തരും അതിനുവേണ്ടി ജോലി ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടി അതിനോടുള്ള താല്പര്യം, അടുക്കളയോടുള്ള താല്പര്യം കൂടും. പുട്ടിങ് യുവർ സെൽഫ് ഫസ്റ്റ് ഈസ് നോട്ട് സെൽഫിഷ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ചെയ്യുക. ഏത് കാര്യവും നമ്മൾ ആദ്യം ചെയ്യുന്നത് സെൽഫിഷ്നെസ് അല്ല. നല്ല കാര്യങ്ങൾ നമ്മൾ തന്നെ ആദ്യം ചെയ്യുക. അപ്പം മറ്റുള്ളവരും അത് ഫോളോ ചെയ്തോളും. ഇതിലേതാണ് നിങ്ങളുടെ കിച്ചൺ? ആദ്യത്തെയാണോ രണ്ടാമത്തെയാണോ? എപ്പോഴും നമ്മുടെ രണ്ടാമത്തെ കിച്ചൺ ആവട്ടെ നമ്മുടെ കിച്ചൺ, അല്ലേ? അതെ. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വീട്ടിലെ അടുക്കളയിൽ ഒരു എച്ചിൽ പാത്രമൊക്കെ കിടക്കുന്ന കണ്ടാലും നമുക്ക് നമ്മുടെ മൂഡ്, അന്നത്തെ ഫുൾ മൂഡ് പോകും. അപ്പം വൈകിട്ട് തന്നെ അവനവൻ കഴിച്ച പാത്രങ്ങളൊക്കെ അവരവർ കഴുകുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ഇതുപോലെ ഇത്രയും പാത്രങ്ങൾ ഒരുമിച്ചാവില്ല. അതെ. അപ്പം രാത്രി നമുക്കത് വൃത്തിയാക്കി വെക്കാൻ പറ്റും. അടുക്കള എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ അടുക്കളയിൽ നമുക്ക് ഒരു ഭംഗിയാക്കി വെക്കാനും, ഒരു മെഡിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ മ്യൂസിക് വെക്കാനും, ചെടികളൊക്കെ കൊണ്ടുവെക്കാനും ഒക്കെയുള്ള, അങ്ങനെ ഒത്തിരി നമുക്ക് അടുക്കളയെ നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റും. പിന്നെ അടുത്ത ഇതാണ് ആറാമത്തെ, സേവ് മണി ആൻഡ് ടൈം. നമ്മൾ പിന്നെ ഹോട്ടൽ ഫുഡ് കഴിക്കാൻ പോയാൽ നമ്മുടെ കീശ കാലിയാവും. നമുക്കൊരിക്കലും അത് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. പിന്നെ സമയവും, നമ്മൾ ആ ഹോട്ടലിൽ പോയി കഴിക്കുന്നതിനെക്കാട്ടിലും സമയവും ഒക്കെ ലാഭം കിട്ടും. പിന്നെ നമുക്കൊരു ചിലപ്പം നമ്മൾ ഹോട്ടലിലെ ഫുഡ് ഓർഡർ ചെയ്യുക എപ്പോഴാണ്, നമുക്ക് ഉണ്ടാക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ടല്ലേ. അതെ. അങ്ങനെ ചെയ്യണമെന്നില്ല. കാരണം നമുക്ക് ചെറിയ സമയം കുറച്ച് ഉപയോഗിക്കാവുന്ന റെസിപ്പി എടുത്ത് ചെയ്യാമല്ലോ. അതെ.
നമുക്ക് എല്ലാ ദിവസവും ഭയങ്കര വിശദമായി ഫുഡ് ഉണ്ടാക്കണം എന്നില്ലല്ലോ. ഒരു ഇല്ല. ദിവസം സമയം കുറവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഫുഡ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നാളെ നമുക്ക് സമയം കുറയും ഫുഡിന് ഉണ്ടാക്കാന്ന് കണ്ടാൽ നമുക്ക് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാം. വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നതേ മോശമുള്ളൂ. അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാലൊന്ന് പെട്ടെന്നാവുമല്ലോ, ഇല്ലേ? അതെ. അങ്ങനെയൊക്കെ നമുക്ക് സമയവും പൈസയും ലാഭിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഹോം മെയ്ഡ് ഫുഡ്. We need to teach our children to eat real food, no junk food, no fast foods, no processed foods, just honest, nutritious, real food. നമ്മളാണ് നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കേണ്ടതും പഠിപ്പിച്ചു കൊടുക്കേണ്ടതും ഒക്കെ. സാധാരണ ഇപ്പോഴത്തെ ചെറിയ പ്രായത്തിലുള്ള അച്ഛനമ്മമാര് നൂഡിൽസ് ഒക്കെ വാങ്ങി എളുപ്പപ്പണി ചെയ്യുന്നപ്പം കുട്ടികൾക്ക് അതേ ഇഷ്ടം ഉണ്ടാവുള്ളൂ. കാരണം അതിലൊക്കെ അഡിക്ഷൻ എന്ന് പറയുന്നത് തമാശയല്ല, അഡിക്ഷൻ ഉണ്ടാവാനുള്ള സാധനങ്ങൾ അതിലൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം ഇഫ് യു വാണ്ട് ടു ബി ഹെൽത്തി ആൻഡ് ലുക്ക് ഗുഡ്, സ്റ്റേ അവേ ഫ്രം ജങ്ക് ഫുഡ്. നമ്മൾ കാണാൻ ഭംഗി വേണം, ഹെൽത്ത് വേണം, ഇതൊക്കെ വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ജങ്ക് ഫുഡിൽ നിന്ന് ഒഴിവായി മാറി നിൽക്കണം. ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ തമാശയ്ക്ക് പറയുന്ന കാര്യമല്ല. ശരിക്കും ഈ നമ്മൾ കുട്ടികൾക്ക് അഡിക്ഷൻ ഉണ്ടാവാനും വലിയവർക്കായാലും അഡിക്ഷൻ ഉണ്ടാകാനുള്ള എല്ലാ ബാക്കപ്പും ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്കും നമ്മുടെ ഫുഡ് മാഫിയ ചെയ്തു വെക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഒഴിച്ചുണ്ണണം എന്നാണ് പറയാ. ഒഴിച്ചുണ്ട ഫലം കിട്ടും. ഒഴിച്ചുണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയറെപ്പോഴും കാലിയായിരിക്കണം. ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ വയറ് കാലിയായിരിക്കണം. നമുക്ക് മൂത്രം ഒഴിക്കണമെങ്കിൽ മൂത്രം ഒഴിച്ച് വയറ് കാലിയാക്കാം. ഏറ്റവും പ്രധാനം എന്താണ്? വയറ് കാലിയാകാൻ നമുക്ക് വിശക്കണം. വിശന്നിട്ടാണ് ഫുഡ് കഴിക്കേണ്ടത്. സമയം നോക്കിയല്ല ഫുഡ് കഴിക്കേണ്ടത്. ആ സമയമാകുമ്പോഴത്തേനും വിശക്കും. പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത്, വയസ്സായ അമ്മമാരുണ്ടാവും വീടുകളിൽ. ആ വയസ്സായ അമ്മമാർ, അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ ജീവനുണ്ടെങ്കിൽ അവർ ഫുഡ് ഉണ്ടാക്കിയിരിക്കും. അങ്ങനെ ആണ് നമ്മൾ എല്ലാവരും പറയുന്നത് കേൾക്കാം, സന്തോഷത്തോടെ വലിയ ഗമയിൽ പറയുന്ന കേൾക്കാം, അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെങ്കിൽ അമ്മ ഫുഡ് ഉണ്ടാക്കാതിരിക്കൂല. അപ്പം അങ്ങനെ അമ്മമാരെ ഫുഡ് ഉണ്ടാക്കാൻ ഏൽപ്പിക്കുമ്പോൾ, അല്ലെ അവരെ ഏറ്റെടുക്കുമ്പോൾ, ഈ കഴിക്കുന്ന എല്ലാവർക്കും പോയി ഒരു സഹായം ചെയ്തു കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അവർക്കൊരു ഹെൽപ്നെസ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ അവരുടെ ആപത് കുറയുമ്പോൾ അത് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയും ആ അടുക്കളയിൽ പോയി സഹായിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അതിൻ്റെ ദോഷം ആ ഫുഡിലുണ്ടാവും, ആ വീടിനുണ്ടാവും. അപ്പോൾ എന്താന്ന് വെച്ചാൽ, അമ്മമാര് ഒരു വിഷു ആയാലും ക്രിസ്മസ് ആയാലും, വിഷു ആണെങ്കിൽ ലേറ്റ് നൈറ്റ് അവർ കണിയൊക്കെ വെച്ച് രാവിലെ നേരത്തെ എഴുന്നേറ്റ് എല്ലാവരെയും വിളിച്ചെഴുന്നേൽപ്പിച്ച് കണി കാണിച്ചിട്ട് അവർ നേരെ അടുക്കളയിലേക്കാണ് പോവുക. ബാക്കിയുള്ളവർ കിടന്നുറങ്ങും മിക്കവാറും. ക്രിസ്മസിന് പള്ളിയിൽ പോകാനാണെങ്കിൽ രാത്രിയിലേ ആദ്യം എഴുന്നേറ്റ് കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ച് പള്ളിയിൽ പോയി തിരിച്ചു വന്ന് വീണ്ടും ചെയ്ത് എല്ലാവരും വന്ന് ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഫുഡ് കൊടുത്ത് അവരിങ്ങനെ നോക്കി നിൽക്കും എല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ അവരോട് കഴിക്കാൻ, അവിടെ ഇരുന്ന് കഴിക്കാൻ പറയുക പോലും ഇല്ല. എല്ലാവരും ഫോണിലായിരിക്കും, വർത്തമാനത്തിലായിരിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചയായിരിക്കും. അങ്ങനെയല്ല വേണ്ടത്. നമ്മളെപ്പോഴും കഴിക്കുന്ന ഫുഡിന് ഒരു സഹായം അമ്മമാർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു നിർബന്ധ ബുദ്ധി കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ശീലിപ്പിച്ചു കൊടുക്കണം. അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമുള്ളവരല്ല, എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു ശീലം കുട്ടികൾക്ക് ചെറുപ്പം മുതലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. എത്ര ചെറുതായാലും ആ ചെറുതിനനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യിച്ച് പഠിപ്പിക്കണം. ഇപ്പം നമ്മൾ എന്താണോ നമ്മൾ കഴിക്കുന്നത്, യു ആർ വാട്ട് യു ഈറ്റ്. സോ ഡോണ്ട് ബി ഫാസ്റ്റ്, ചീപ്പ്, ഈസി ഓർ ഫേക്ക്. നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വണ്ടി വാങ്ങുന്നുണ്ട്, ആ വണ്ടിയെ നമ്മൾ എത്ര കാര്യമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. കൃത്യമായി ചെക്കപ്പും കൃത്യമായി ചെയ്യും. എണ്ണ അടിക്കേണ്ട സമയത്ത് കൃത്യമായി എണ്ണ അടിക്കും, എണ്ണയില്ലാതെ ഓടൂല.
ആരെങ്കിലും പെട്രോളോ ഡീസലോ അടിക്കാൻ മറന്നു പോയിട്ട് മണ്ണെണ്ണ എടുത്ത് ഒഴിക്കാറുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ പിന്നെ നമ്മളെങ്ങനെയാ നമ്മുടെ ശരീരത്തിന് പറ്റാത്ത ഫുഡ് കഴിക്കുക? ശരീരത്തിന് പറ്റുന്നത് എന്ത് എന്ന് നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അതെ. അപ്പം നമ്മുടെ കുട്ടികളെയെങ്കിലും ഇനി മുന്നോട്ട് രക്ഷിച്ചെടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. ഞാൻ ഒരുപാട് അമ്മമാരെ കണ്ടിട്ടുണ്ട്. ഹോട്ടലിലെ ഫുഡ് കുട്ടികൾ വാങ്ങി കൊടുക്കുന്നതും കഴിക്കുന്നതും. ഇവിടെ ആരെങ്കിലും വിരുന്ന് വന്നാൽ ഞാൻ അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു കസിനും കുട്ടിയും കൂടി വന്നപ്പം അവൻ്റെ കയ്യിൽ 500 രൂപയുണ്ട്. അവന് പൊരിച്ച ചിക്കൻ വാങ്ങണം കടയിൽ പോയി. ഞാൻ പറഞ്ഞു, അയ്യോ ഇവിടുന്നൊന്നും കൊടുക്കാഞ്ഞിട്ടാന്ന് പോലുള്ള ഫീല് വന്നിട്ട് ഞാൻ പറഞ്ഞു, അയ്യോ കടയിലൊന്നും പോയി വാങ്ങണ്ട, ചിക്കൻ നമുക്കിവിടെ പൊരിക്കാം, നിനക്ക് എങ്ങനെയാ പൊരിക്കണ്ടേ, ഞാൻ അങ്ങനെ പൊരിച്ചു തരാന്നൊക്കെ പറഞ്ഞു എല്ലാം പൊരിച്ചു കൊടുത്തിട്ടും അവൻ ആ പൈസ കൊണ്ട് ചിക്കൻ കടയിൽ നിന്ന് പോയി വാങ്ങിയിട്ടേ അവൻ അടങ്ങിയുള്ളൂ. അപ്പൊ ഞാൻ ഓർത്തു, ഇത് എന്തൊരു സ്വഭാവമാ ചെറുക്കന് എന്ന് ഞാനിങ്ങനെ ഓർത്തു. അപ്പം എൻ്റെ മോൻ പറയുക, അമ്മയ്ക്ക് എന്താ, അവരങ്ങനെയായിരിക്കും, ആ കുട്ടിയുടെ അമ്മ അങ്ങനെയാണ്, അമ്മ അങ്ങനെയാണ് ശീലിപ്പിച്ചിരിക്കുന്നത്. ഒരു ദിവസം അമ്മ ഇവിടെ വന്നിട്ട് അമ്മയുടെ മര്യാദ പഠിപ്പിക്കലും കൊണ്ട് നടക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ വഴിക്ക് ആരംഭിച്ചത് ശരിയാണ്. പിന്നെ എൻ്റെ മോനത് പറയാനുള്ള ഒരു ബുദ്ധി വന്നല്ലോ എന്ന് ഞാൻ ഓർത്തു. അല്ല, എനിക്കത് ആ വഴിക്ക് ചിന്ത വന്നില്ല. ആ കുട്ടിയുടെ ഒരു കുരുത്തക്കേടായിട്ടാണ് എനിക്ക് തോന്നിയത്. അമ്മമാർ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്യുമോ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ ഞാൻ അവരെ അടുത്ത് പരിചയപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മോൻ പറഞ്ഞതാണ് ശരി. ഇതൊന്ന് വായിച്ചാലും If you want improved relationships, improve your health. You have more to give others. When you feel energetic, peaceful, focused and comfortable in your skin. When you feel energetic, peaceful, focused and comfortable in your skin. നമ്മൾ ശരിയായ ഭക്ഷണം, ഇപ്പം നമ്മൾ മണ്ണെണ്ണ എടുത്തൊഴിച്ചാൽ വണ്ടി ഓടാത്ത പോലെ നമുക്ക് അത് ഇനി മനസ്സിലാകുന്നുണ്ടല്ലോ. നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ട് സമാധാനമായിട്ട് ജീവിച്ചു പോകണമെങ്കിൽ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ റിലേഷൻഷിപ്പിലായാലും ഏത് കാര്യത്തിലായാലും നമ്മൾ ഫുഡ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആകെ താറുമാറായ ഒരു ജീവിതം തന്നെയായിരിക്കും നമുക്ക് ഉണ്ടാവുക. എ റെസിപ്പി ഹാസ് നോ സോൾ, യു ആസ് ദ കുക്ക് മസ്റ്റ് ബ്രിങ് സോൾ ടു ദ റെസിപ്പി. റെസിപ്പിക്ക് ആത്മാവില്ല, കുക്കാണ് റെസിപ്പിക്ക് ആത്മാവുണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ഞാൻ ചിലപ്പം എൻ്റെ ഇഷ്ടത്തിന് ആ ഭക്ഷണത്തിൻ്റെ ഉണ്ടാക്കുന്ന രീതി മാറ്റിക്കളയും. രീതിയല്ല, ഇപ്പം ഉലുവയൊക്കെ കുറച്ച് അധികം ചേർക്കും, ചെറിയ കയ്പൊക്കെ വരും. 2 പ്രാവശ്യം കഴിക്കുമ്പോൾ ഇവർക്ക് ഇത് മനസ്സിലാവില്ല. അങ്ങനെയൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്നൊക്കെ ചെയ്യും. നല്ല സാധനങ്ങൾ നമുക്ക് കഴിച്ചാൽ പോരെ. ഇപ്പൊ കുട്ടികൾക്കാണേലും മുട്ടയൊക്കെ ഏറ്റവും ഇഷ്ടം. എല്ലാവരും ഈ ലഗോൺ മുട്ടയൊക്കെ വാങ്ങി കൊടുക്കും. അന്നേരം എനിക്ക് ഭയങ്കര കഷ്ടപ്പാടുള്ള സമയത്ത്, കുട്ടികൾ 3 പേരും ചെറുത്, സ്കൂളിൽ പോകണം, വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടി ഉള്ള സമയത്ത് ഞാൻ കോഴിയെ പോറ്റി എൻ്റെ പിള്ളേർക്ക് മുട്ട കൊടുക്കാൻ. എന്നിട്ട് ശനിയാഴ്ച ദിവസം കോഴീനെ ഇഞ്ചക്ഷൻ ചെയ്യാൻ ഹോസ്പിറ്റലിലേക്ക് നടന്നു പോയതൊക്കെ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. കോഴിയെ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് അതിന് ഇഞ്ചക്ഷൻ ചെയ്യാൻ അതൊക്കെ എനിക്കിപ്പോൾ ആലോചിക്കുമ്പം എനിക്ക് തന്നെ എന്തിനാ അത്രയും കഷ്ടപ്പെട്ടതെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നും. ഇപ്പം മരുന്ന് തിന്ന് മരിക്കുന്ന മലയാളി. ഈ മരുന്നിലും വ്യാജന്മാരുണ്ട്. നമ്മൾ അസുഖം വന്ന് മരുന്ന് പോയി വാങ്ങിയാൽ മരുന്നിലും വ്യാജന്മാരാണ്. ഇതൊന്ന് വായിച്ചേക്കും മാഡം. Did you know hunger is the first element of self-discipline? Hunger is the first element of self-discipline. If you can control what you eat and drink, you can control everything else. ഞാൻ ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷകളിൽ വളരെ പണ്ടേ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ, നമ്മുടെ വയറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ, നമുക്ക് മൊത്തത്തിൽ എന്തിനേയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടാവും. സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്നാണ്. അതാണ് ഈ നോമ്പുകളൊക്കെ, മതങ്ങൾ നോമ്പുകളൊക്കെ നിഷ്കർഷിക്കുന്നത് അതും കൂടെ കൂട്ടിയിട്ടാണ്. ഇതിലും കൂടുതൽ ഈ ഫുഡിനെ പറ്റി പറഞ്ഞു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
നമുക്ക് ഭക്ഷണത്തെക്കാളും മരുന്നിനെ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇതൊന്ന് വായിച്ചോളൂ മാഡം. എനിക്ക് ആ റിബൺ കിടക്കുന്നതുകൊണ്ട് കാണത്തില്ല. മലയാളം അല്ലേ മാഡം? അതെ അതെ മാഡം. ആ, ഭക്ഷണം ഫ്രീയാണെന്ന് കരുതി ഒരിക്കലും പോയി കെണിയിൽ ചാടരുത്. കേരളം ഇന്ന് അനുഭവിക്കുന്നത് ഇതിൽ കൂടുതൽ വരച്ചു കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു വീഡിയോയും കൂടെ. ഒരു വീഡിയോയും കൂടി ഉണ്ടായിരുന്നു. ഭക്ഷണം ഫ്രീ ആണെന്ന് കരുതി ഒരിക്കലും പോയി കെണിയിൽ ചാടരുത്. കേരളം ഇന്ന് അനുഭവിക്കുന്നത് ഇതിൽ കൂടുതൽ വരച്ചു കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കേൾക്കുന്നുണ്ടോ മാഡം? ഇതില്ല, ഓഡിയോ കിട്ടുന്നില്ല, സൗണ്ട് കിട്ടുന്നില്ല. സൗണ്ട് കിട്ടുന്നില്ലേ? ഇല്ല. രണ്ടാമത് ഷെയർ ചെയ്തപ്പോ സൗണ്ട് ഷെയർ ചെയ്തില്ല. മോനെ കുരുമുളകും കൽക്കണ്ടൂടെ തിന്നോടാ എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടുവരുന്നു. സിസ്റ്റർ കഞ്ഞിവെള്ളം കുടിക്കൂ, ജീരകവെള്ളം കുടിക്കൂ, മല്ലിയുള്ള വെള്ളം കുടിക്കൂ. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഏതെങ്കിലും സാഹിബിന്റെ അടുക്കളയിൽ അത് ജനിക്കുന്നുണ്ടോ? വേർ മൈ ഫുഡ് ഈസ് മെഡിസിൻ. അതിനകത്ത് ഗുഡും ബാഡും ഒന്നുമില്ല. ബാഡ് കഴിക്കാൻ പാടില്ല. നിങ്ങളെ കൈ പ്ലേറ്റിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ കയ്യിൽ ശ്രദ്ധിച്ചാൽ മതി. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ കൈ കൊണ്ട് ആഹാരം കഴിക്കുന്നത്? സ്പൂണും ഫോർക്കും ഉപയോഗിക്കാണ്ട്. വൈ? ഇറ്റ്സ് അഗ്നി, ആകാശ്, പൃഥ്വി, വായു, ജൽ. ഇതിനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. വെൻ യു ഹോൾഡ് ദ ഫുഡ് വിത്ത് ദ 5 fingers, നമ്മൾ ആഹാരം എടുത്ത് കൈ പിടിക്കുമ്പോൾ ഇറ്റ് ഈസ് ബേസിക്കലി ദി 5 elements ഓഫ് ദ വേൾഡ്. തൊട്ടറിഞ്ഞ് കഴിക്കണം. പകുതി ജോലി കൈയാ ചെയ്യുന്നത്. സെൻസ് ചെയ്യും, അതിൻ്റെ ചൂടിനെ സെൻസ് ചെയ്യും, അതിൻ്റെ വേവ് സെൻസ് ചെയ്യും. മാത്രമല്ല, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പാവയ്ക്കയില്ലേ, പാവയ്ക്ക ജ്യൂസ് അടിച്ച് കൈ മൂക്കി വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളെ തൊണ്ട കഴിക്കുന്നുണ്ടോ ഇല്ലയോ. ട്രൈ ചെയ്ത് നോക്കണേ. ഒരു ഐസ് ക്യൂബ് എടുത്ത് കൈ പിടിച്ചാൽ നിങ്ങളെ തൊണ്ടവേദന സ്റ്റാർട്ട് ചെയ്യും. കുറച്ച് നേരം പിടിച്ചു നോക്കിയാൽ മതി. നിങ്ങളെല്ലാം ഫുള്ളി കണക്റ്റഡ് ആണ്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ശ്വാസമാണ് മൊത്തത്തിൽ കയറി നിങ്ങളെ സമാധാനപ്പെടുത്തി ഉറക്കി ഫുൾ ഓക്സിജനൊക്കെ കൊടുത്ത് റെഡിയാക്കി. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നത്? അത്രത്തോളം ആ ശ്വാസം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് അർത്ഥം. നമ്മൾക്ക് എല്ലാവർക്കും അറിവുകളുണ്ട് അല്ലേ? നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എന്താണ്? തിരിച്ചറിവുകളാണ്. ബ്രെയിനിൻ്റെ ഫേവറേറ്റ് ഫുഡും ഇസ് നത്തിങ് ബട്ട് ഫാറ്റ്. ഇന്റർമീഡിയറ്റ് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരു നേരം ആഹാരം കഴിക്കുന്ന പുതിയ സംവിധാനത്തിൽ ആൾക്കാർക്ക് പലർക്കും മെമ്മറി ലോസ് ഉണ്ടാവാറുണ്ട്. വല്ലപ്പോഴും നൊയമ്പെടുക്കണമെന്ന് പറയുന്നത് അത് ഗട്ടിനെ റിലാക്സ് ചെയ്യാനും വയറിനൊരു ആശ്വാസം കൊടുക്കാനുമാണ്. എല്ലാ 24 മണിക്കൂറും ജോലിയല്ലേ, 365 days. എണീക്കുമ്പോൾ തന്നെ ക്ഷീണം, തളർച്ച, വിഷമം, മുട്ടുകാൽ വേദന, ഈ കഴപ്പ്, ഇതെല്ലാം വെച്ചിട്ടാണ് രാവിലെ വരുന്നതാണ്. അപ്പോൾ വരുന്നത് ഞാനാ, ഗുഡ് മോർണിംഗ് സർ. ഇനി വരുന്ന തലമുറയ്ക്ക് ഒരു 70 വയസ്സ് വരെങ്കിലും ആയുസ് കിട്ടണ്ടേ? മെഡിക്കൽ ടെക്നോളജി വളരെ അഡ്വാൻസ് ആയി എന്നാണ് അവകാശപ്പെടുന്നത് അല്ലേ? താങ്കളെ മുത്തശ്ശിയുടെ ആയുസ് താങ്കൾക്ക് കിട്ടുമോ? ഇല്ല. പിന്നെ ഇവിടെ എന്ത് അഡ്വാൻസ്ഡ് ആയെന്നാണ് നിങ്ങൾ പറയുന്നത്? ചോക്ലേറ്റും ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ കലക്കി കൊടുത്ത് നമ്മളെ കുട്ടികളുടെ ആയുസ് ഇല്ലാതാക്കുന്നത് എന്തുമാത്രം ഒരു പാപമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ ഡെഫിനിഷൻ മാറണമെങ്കിൽ നിങ്ങളുടെ ആഹാര ചൈതന്യം മാറണം. അൽഫാം മുക്കി വയ്ക്കുന്ന വിനീഗർ അൾട്രാ ക്യാൻസറസ് ആണ്. കുടൽപ്പുണ്ണുണ്ടാവും. വേണമെങ്കിൽ കഴിച്ചാൽ മതി. എനിക്കിതിനോടൊന്നും ഒരു എതിർപ്പുമില്ല. നിങ്ങൾക്ക് അറബി നാട്ടിൽ പോയി അറബിക് ഫുഡ് കഴിക്കണം. ഇദ്ദേഹം പറഞ്ഞതുപോലെ കൊറിയൻ നാട്ടിൽ പോയി കൊറിയൻ ഫുഡ് കഴിക്കണം. അവൻ്റെ ഇൻഗ്രീഡിയൻസ് നാച്ചുറലാണ്. ഇവിടെ വരുന്നതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ്. അപ്പം നമ്മളുടെ വീട്ടിലെ പ്ലേറ്റ് കറക്റ്റ് ചെയ്യുക. ആ പ്ലേറ്റിനകത്ത് വെക്കുന്നതിനകത്ത് ബന്ധങ്ങളുണ്ട്, സ്നേഹമുണ്ട്, സൗഹൃദമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. പ്രകൃതി മാജിക്കാണ്. ഉപ്പാണോ ഉപ്പിലിട്ടതാണോ നല്ലതെന്ന് ചോദിക്കുന്ന കണക്കാണ്. കോഴിമുട്ടയാണോ കോഴിയാണോ ആദ്യം വന്നതെന്ന് ചോദിച്ചാൽ മാജിക്കാണ്. എൻജോയ് ദ മാജിക് ഓഫ് ലൈഫ്. നമ്മളെ നാക്കിൽ ഒരു കഷ്ണം കല്ലുപ്പ് വെച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മളെ ബോഡിയിൽ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഉപ്പിട്ട് നാരങ്ങ വെള്ളം പണ്ട് കുടിച്ചത്. പഞ്ചസാര എന്ന് പറയുന്നത് വിഷമാണ്, ഉപയോഗിക്കരുത്.
ആഹാരം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഷേപ്പ് തരും. 60 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്താൽ വർക്കല പോകണം, ബീച്ചിൽ പോകണം, ഗോവയിൽ പോകണം, തായ്ലൻഡിൽ പോകണം, ചില്ലി ചെയ്യണം. റിട്ടയർഡ് ലൈഫ്, എൻഡ് ഓഫ് ലൈഫ് അങ്ങനെ ആയിരിക്കണം. ഇത് ജീവിതകാലം മൊത്തം കഴുത, പിന്നെ പാമ്പ്, എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ്. ഇവിടെ പലരും ബ്യൂട്ടി പാർലറൊക്കെ പോവും, ഫേഷ്യല്, പിന്നെ മസാജൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്ന് വൈറലാക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഈ വൈറലാക്കുന്നവരുടെ സ്കിൻ നോക്കിയാൽ മതി, നല്ല കോംപ്ലക്ഷൻ ആയിരിക്കും. Indeed, I say my kitchen is the great Indian kitchen where food becomes medicine, where kitchen is the pharmacy in my house. ഈ ലെഗസിയിലെല്ലാം ഒരു കോമൺ ഫാക്ടർ ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം പട്ടിണിയിൽ നിന്നാണ്. അപ്പോൾ എന്താ എൻ്റെ മാജിക് എന്താണ്? വയറ് പകുതിയോ വയറൊഴിഞ്ഞോ നിന്നാൽ ബ്ലഡ് എവിടെ വർക്ക് ചെയ്യും? തലയിൽ വർക്ക് ചെയ്യും. ഇത് ഞാൻ ജർമ്മനി പോയപ്പം എടുത്ത ഫോട്ടോയാണ്. ബ്രെഡിന്റെ എന്തെല്ലാം തരം ബ്രെഡാണെന്നറിയോ? നല്ല ന്യൂട്രീറ്റീവ് ആയിട്ടുള്ള ബ്രെഡ്. അവർക്ക് അടുക്കളയിൽ ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ബ്രെഡ് വാങ്ങി കഴിച്ചാൽ മതി. ഒത്തിരി ന്യൂട്രീറ്റീവ് ആയിട്ടുള്ള പലതരം ബ്രെഡ് കിട്ടും. അത് വാങ്ങി കഴിക്കാൻ ഒന്നും പേടിക്കാനില്ല. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഇപ്പോഴേ ഈ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അപ്പൻ എന്തിനാണ് ഈ സോഷ്യൽ വർക്ക് നിർത്തിയപ്പോൾ ഹോട്ടൽ തുടങ്ങിയതെന്ന്. ഞാൻ ആലോചിക്കുകയാണ്, മാക്സിമം ശ്രദ്ധിച്ച് നല്ല ഫുഡ് ഉണ്ടാക്കി മനുഷ്യർക്ക് കാശിനാണെങ്കിലും കൊടുത്താൽ, ഇപ്പം സാബു സാർ ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ഒരു ആളുകൾക്ക് അറിവ് പകരാനും നമുക്കൊക്കെ വളരാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാക്കി തരുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണ്. അത് നല്ല ഫുഡ് ഉണ്ടാക്കി മനുഷ്യർക്ക് പൈസക്കാണെങ്കിലും കൊടുക്കുന്ന ഒരു ഹോട്ടല് നല്ലൊരു പുണ്യപ്രവൃത്തിയായിട്ട് എനിക്കിപ്പം മനസ്സിലാകുന്നുണ്ട്. താങ്ക് യു എവരിബഡി. താങ്ക് യു മാം. തീർച്ചയായിട്ടും ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ് ഇപ്പൊ തന്നിരിക്കുന്നത്, അല്ലെ? ഈ പറയുന്നതും കേട്ടതും എല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയില്ലെങ്കിൽ നല്ല രീതിയിൽ മരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പൊ അത് തീർച്ചയായിട്ടും വലിയൊരു ഐ ഓപ്പണർ ആണ്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായ ഒരു മെസ്സേജ്, ഒത്തിരി കണ്ടന്റുകൾ. ഓരോ പോയിന്റും വീണ്ടും വീണ്ടും നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോഴാണ് അതിന്റെ നമ്മുടെ ജീവിതത്തിലേക്ക് എത്രമാത്രം പകർത്തണം, അതിന്റെ റിയാലിറ്റി, അതിന്റെ ട്രൂത്ത് ഒക്കെ നമുക്ക് മനസ്സിലാകും. എനിവേ, വണ്ടർഫുൾ സെഷൻ. താങ്ക് യു മാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അതൊക്കെ നമ്മളുടെ ഓൺലൈൻ റെക്കോർഡിങ്ങിൽ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. എല്ലാ അബദ്ധങ്ങളും നമുക്ക് മാറ്റാം. ഓക്കെ, ഷീല മാം സ്റ്റാർട്ട് ചെയ്യും. അയ്യോ, എനിക്ക് തന്നെ ഓമന മാഡം, നല്ല ഒരു ക്ലാസ് ആയിരുന്നു. നമുക്ക് ഇതുപോലുള്ള ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം, പക്ഷേ ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് അത് പറഞ്ഞു തന്നപ്പോ അതിനെക്കുറിച്ച് അതിന്റെ ആ ഒരു ഗൗരവം മനസ്സിലായി. എങ്ങനെയായിരിക്കണം നമ്മൾ ഫുഡ് തയ്യാറാക്കേണ്ടത്. ഹോട്ടൽ ഫുഡ് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നും. അവര് അജിനോമോട്ടോ ഏതാണ്ട് സാധനമൊക്കെ ചേർക്കുന്നത് കൊണ്ടാണ് ഫുഡിന് നല്ല ടേസ്റ്റ് വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കഴിവതും ഒഴിവാക്കി വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണമെന്നുള്ളത് വളരെ നല്ല ഒരു ഡയറക്ഷനാണ് മാഡം തന്നത്. പിന്നെ ഓരോ ഫുഡിലും ആ പിക്ചർ കാണിച്ചപ്പോൾ അത് മനസ്സിലായി, ഒന്നിലും തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന യാതൊരു സാധനങ്ങളും ചേർന്നിട്ടില്ല. അത് നമ്മളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണെന്ന് മനസ്സിലായി. എല്ലാത്തിലും ഉപരിയായിട്ട് ആ എണ്ണയുടെ കാര്യം പറഞ്ഞപ്പോ, സൺഫ്ലവർ ഓയിലൊന്നും ഞാൻ ഉപയോഗിക്കാറേ ഇല്ല, വെളിച്ചെണ്ണ മാത്രമാണ്. പക്ഷെ എങ്കിൽ കൂടി വെളിച്ചെണ്ണ മേടിച്ച് കഴിക്കുന്നത് കൊണ്ട് അതിൽ പറയുന്നുണ്ട് ഇത് പാരഫിൻ ഓയിലൊക്കെ ഇതില് മിക്സ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓയിലിനെ കുറിച്ച് മാഡം പറഞ്ഞു. പിന്നെ പച്ചക്കറികളെ കുറിച്ച് പറഞ്ഞു. അതൊക്കെ നമുക്ക് വീട്ടിൽ അത്യാവശ്യം എല്ലാവർക്കും വീട്ടിൽ തന്നെ ഇപ്പൊ സവോളയും കൃഷി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും ഇപ്പൊ എറണാകുളം ഭാഗത്തൊക്കെ ചില വീട്ടുകാർ അതും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഉരുളക്കിഴങ്ങൊക്കെ ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ചെറിയ 1 സെന്റ് ഭൂമി, നമുക്ക് പിന്നെ ഭൂമിയല്ല 1 സെന്റ് ടെറസ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി ഒന്ന് മനസ്സിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
അങ്ങനെയുള്ള കുറെ ഐഡിയാസ് ഉള്ളിൽ, മാഡം ഇത് ഓരോന്ന് പറയുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളിലൂടെ കടന്നുപോയി. പിന്നെ മുട്ടയ്ക്ക് വേണ്ടി കോഴിയെ വളർത്തിയതും അതിനെ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോയതും ഒക്കെ രസകരമായിരുന്നു. പിന്നെ എല്ലാം കൊള്ളാമായിരുന്നു മാഡം. അപ്പൊ നല്ലൊരു അവയർനെസ് നമുക്ക് ഈ ഫുഡിന്റെ കാര്യത്തിൽ ഉണ്ടാക്കി തന്നതിൽ വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ അപ്പപ്പോ കാണിച്ചുകൊണ്ടിരുന്ന ആ പിക്ചേഴ്സും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് വളരെ ആസ്വാദ്യകരമായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. മോഹൻദാസ് സർ. പുറത്താണ്. എന്നാലും വളരെ ചുരുക്കമായിട്ട് പറയാം. നല്ലൊരിതായിരുന്നു. നല്ല ഹോംവർക്ക് ഉണ്ടായിരുന്നു. വിഭവസമൃദ്ധമായ രാവിലത്തെ ലഘുഭക്ഷണം, കുട്ടികളുടെ ഊണും സന്ധ്യയ്ക്കുള്ള ഡിന്നറും എല്ലാം നമുക്ക് മേഡം ഒരുക്കിയത്. മേഡം എല്ലാവർക്കും കൂടെ വിടാം. നന്നായി. സർ. ഓമന ടീച്ചർ, ഹെഡ്സ് ഓഫ് യു. ഭക്ഷണം മരുന്നായി കഴിക്കുക എന്ന് പറഞ്ഞതിലാണ് ഞാൻ വീണത്. അതുവരെ വീണില്ല. എന്നെ കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കാം. ഇപ്പൊ ഭക്ഷണം മരുന്നായി കഴിക്കുക, ഞാൻ ആഡ് ചെയ്യുന്നു. എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഞാൻ ആഡ് ചെയ്യുന്നത് വെള്ളം ചവച്ചു കുടിക്കുക, കഴിക്കുക. നമുക്കുള്ള ഏറ്റവും വലിയ ദുരന്തം, നമ്മൾ ഭയങ്കര സ്പീഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. നമ്മൾ ആഹാരം ആദ്യം വെക്കുകയും ചുറ്റും ഗാഡ്ഗറ്റ്സുകൾ, 5 പേരിയ്ക്കുന്നെങ്കിൽ 5 പേരുടെ കയ്യിൽ 6 മൊബൈലും നേരെ മുമ്പിൽ വലിയൊരു പിക്ചർ ബോർഡും ടിവിയും. പഞ്ചേന്ദ്രിയങ്ങൾ അറിഞ്ഞ് നമ്മൾ ആഹാരം കഴിക്കുന്നില്ല എന്ന സത്യമാണ് മാഡം പറഞ്ഞതിൽ പ്രധാനപ്പെട്ടത്. വീണ്ടും ഞാൻ പറഞ്ഞത്, നമ്മുടെയൊക്കെ കണ്ണുകൾ ഈ ടിവിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഗാഡ്ഗറ്റ്സിലോ ആയിരിക്കും. എന്താണ് അവിടെ സംഭവിക്കുക? നാം കഴിക്കുന്ന വസ്തുത എന്താണ്, അതിൻ്റെ രുചി എന്താണ്, ചവയ്ക്കാൻ പോലും മറന്നു പോകുന്നു. വീണ്ടും ഞാനിത് പറയാൻ കാരണം, എൻ്റെ വീട്ടിൽ 3 ചെറിയ കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ അമ്മമാര് 2 പേരും ഓടി ജോലിക്ക് പോകാൻ നേരത്ത് ഒരു ടെലിഫോൺ എടുത്ത് ഒരു കാർട്ടൂണും വെച്ച് ചാരി വെച്ചിട്ട് എൻ്റെ ശ്രീമതിയോട് പറയും, അമ്മ ഒന്ന് ആഹാരം കൊടുത്തോളൂ കേട്ടോ. ഇത് തുറന്നു വെച്ച് കുട്ടികൾ വാ തുറന്നിരിക്കുകയാണ്. അവർക്ക് എന്ത് കൊടുത്താലും അവർക്ക് ഒരു പ്രശ്നവുമില്ല. പച്ചമുളകാണ് വരുന്നെങ്കിൽ അത് കഴിച്ചോളൂ, അപകടമുണ്ട് അതിലെന്ന് ഈ അമ്മമാർ മനസ്സിലാക്കുക. തൻ്റെ കൊച്ച് തിരിച്ചു വരുമ്പോൾ ഇത് കണ്ട് കഴിച്ച് ഏതെങ്കിലും ഒരു ആങ്സൈറ്റിയിൽ എന്തെങ്കിലും ഉള്ളിൽ പോയി ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന സത്യം അവരറിയുക. വീണ്ടും മൂന്നാമതൊരു പ്രധാനപ്പെട്ട കാര്യം മാം പറഞ്ഞത് ഞെട്ടിച്ചതാണ്, അറിയാമെങ്കിലും നാം കഴിക്കുന്ന വസ്തുക്കൾ, പ്രത്യേകിച്ച് ഇന്ന് ഈ വെളിച്ചെണ്ണയുടെ വില കൂടിയ അവസ്ഥയിൽ പാരഫിൻ, ആ സംഭവം, ഒരുതരം ഓയിൽ ഇതിനകത്ത് ചേർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാം ഓയിൽ വെളിച്ചെണ്ണയിൽ ചേർക്കുന്നു. ഇനി ആ വെളിച്ചെണ്ണ തന്നെ മറ്റെന്തോ വെളിച്ചെണ്ണ ആ എണ്ണയുടെ രൂപത്തിലല്ല, ഒരു കെമിക്കലായി ഈ പാം ഓയിലും മറ്റും ചേർത്ത് വൻകിട മില്ലുകാർ സാധാരണ വെളിച്ചെണ്ണയുടെ വിലയേക്കാൾ കുറച്ച് കൊടുക്കുന്നു. നോക്കൂ, മലയാളിക്ക് സമയമില്ലെന്നാ പറയുന്നത്. പക്ഷെ ആശുപത്രി ബെഡിൽ 10 ദിവസമോ 20 ദിവസമോ ഒരു മാസമോ കിടക്കാം. ഈ വെളിച്ചെണ്ണ നമുക്ക് നമ്മുടെ നാട്ടിൽ തേങ്ങയുണ്ട്, വാങ്ങി വെട്ടി നുറുക്കി കൊപ്രയാക്കി സ്വന്തമായ ഒരു ആവശ്യത്തിന് എടുത്തു വെക്കാം. സമയമില്ലാത്തത് നാം ആവശ്യമില്ലാതെ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. പപ്പടത്തിന്റെ കാര്യമോടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഇന്ന് നാം കഴിക്കുന്ന പപ്പടത്തിൽ 90% ഉഴുന്നുമാവിട്ടാണ് പപ്പടം ഉണ്ടാക്കേണ്ടത്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ പപ്പടം കപ്പപ്പൊടിയാണ്. എന്ത് ടേസ്റ്റ് ഉണ്ടാവുക? നമ്മുടെ മക്കൾ കൃത്യമായി ഉഴുന്നുമാവിട്ട് പപ്പടം ആഹരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൻ്റെ ഡിഫറൻസ് അറിയില്ല. ഒരു തമാശയൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഹോട്ടലിലേക്ക് ഓടിപ്പോയ 2 പേര് കണ്ടത് വീട്ടിലെ ഊണെന്നാണ്. അവൻ പറഞ്ഞത്, വീട്ടിലെ ഊണും അടുത്തിട്ടല്ലേ ഹോട്ടലിലേക്ക് വന്നത്, ഇവിടെയും വീട്ടിലെ ഊണാണോ? നമ്മുടെ ചിന്ത
ഞാൻ അവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇനി ബാക്കിയുള്ളവർക്ക് സമയം തരുന്നു. താങ്ക് യു അമന ടീച്ചർ. സന്തോഷം. താങ്ക് യു സാർ. ഉഷ മാം. ഗുഡ് ഈവനിങ് ആൾ ഓഫ് യു. ഓമന ടീച്ചർ, ആദ്യമായിട്ട് എൻ്റെ സന്തോഷവും അതുപോലെ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഒരു ഭക്ഷണത്തെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു അവയർനെസ്സിലേക്കാണ് ഇന്നത്തെ ക്ലാസ് പോയത്. നമ്മുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ സ്നേഹം ചാലിച്ച്, അതുപോലെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പം അതിലുണ്ടാകുന്ന ബോണ്ടിങ്, അങ്ങനെ പിന്നെ ലിമിറ്റ് ചെയ്യാൻ എങ്ങനെ സാധിക്കും, പിന്നെ വിഷമില്ലാത്ത പ്യുവറായിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കാൻ ഒക്കെ സാധിക്കും വീട്ടിൽ, ഹോംലി ഫുഡ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോയത്. പിന്നെ മോശമായിട്ടുള്ള അതുപോലെ ബാഡ് ഫുഡ്, പുറത്ത് പോകുമ്പോൾ ജങ്ക് ഫുഡ്, അതുപോലെ തന്നെ അതിനകത്ത് കുറേ ഇൻഗ്രീഡിയൻസ് നമുക്ക് നമ്മുടെ ശരീരത്തിന് ചേരാത്ത, ഇഷ്ടമല്ല, അതിനകത്ത് യോജിക്കാത്ത, ആരോഗ്യത്തിന് ഒരുപാട് ഹാനികരമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഫുഡ്, പിന്നെ ഓയില്, അങ്ങനെയൊക്കെ എത്രമാത്രം നമ്മളിൽ അതൊക്കെ ഒരു ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്നു. അതിൻ്റെയാണ് ഇപ്പോൾ ലൈഫ് സ്റ്റൈലായിട്ടുള്ള കുറേ രോഗങ്ങളും ഒക്കെ കൂടുതൽ വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ജനിച്ചു വളർന്ന എനിക്കൊക്കെ ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ, വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു സീസണിൽ ചക്ക കിട്ടുന്ന സീസണിലാണെങ്കിൽ ചക്കക്കുരു അങ്ങനെയൊക്കെയുള്ള ഫുഡായിരിക്കും. പിന്നെ ആണെങ്കിൽ പച്ചക്കപ്പയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അത്, പിന്നെ അത് മഴക്കാലം ആകുമ്പോഴേക്കും അത് അവൈലബിൾ അല്ലാത്ത കാലത്തേക്ക് അത് സേവ് ചെയ്ത് വെക്കുക, അങ്ങനെയൊക്കെ. പിന്നെ മുരിങ്ങയില, പപ്പായ, അതൊക്കെ ആയിരിക്കും അന്നത്തെ മെയിനായിട്ടുള്ള ഫുഡ്. ഒരു അസുഖമൊന്നും വന്ന ഒരു ഓർമ്മ പോലും ഇല്ല. പിന്നെ അന്ന് പിന്തുടർന്ന് പോകുന്ന ഒരു കാര്യമാണ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ഉറങ്ങാൻ പോവുക. ഇന്നത്തെ തലമുറയിൽ അത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യമാണെന്നും കൂടെ എനിക്ക് തോന്നുന്നു. ഇന്നിപ്പോ ടീച്ചർ അതൊക്കെ പറഞ്ഞപ്പോ അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഒരിക്കൽ കൂടി നമുക്ക് ഓർമ്മ വരികയാണ്. ഇനി നമ്മുടെ കുടുംബങ്ങളിൽ അത് ഉണ്ടാവട്ടെ. കുടുംബങ്ങളിൽ ഉണ്ടാവുമ്പം മക്കളിലേക്ക് അത് പകർന്നു പോകും, മക്കളുടെ ഫാമിലിയിലേക്ക് അത് പകർന്നു പോകും. അങ്ങനെയൊക്കെ നമുക്ക് കുറച്ചെങ്കിലും മാറ്റങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. എന്തായാലും ടീച്ചറിനോട് ഒരുപാട് ഇഷ്ടം എനിക്ക് തോന്നുന്നു, ഒരുപാട് സ്നേഹം. താങ്ക് യു ടീച്ചറെ. ശരിക്കും നമുക്ക് പൈപ്പിലെ വെള്ളം, ഗവൺമെന്റ് തരുന്ന പൈപ്പിലെ വെള്ളം നമുക്ക് നേരിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേ നമുക്ക് ജീവിതത്തിന് ഇവിടെ ഒരു സുരക്ഷിതത്വം ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയത്. കാരണം മറ്റു രാജ്യങ്ങളിലൊക്കെ പൈപ്പിലെ വെള്ളം എടുത്ത് നമുക്ക് കുടിക്കാം. വാട്ടർ ഫിൽറ്ററൊക്കെ വാങ്ങി നമ്മൾ പിന്നെ കഷ്ടപ്പെട്ടാണല്ലോ ഒക്കെ വെള്ളം കുടിക്കുന്നത്. ഈ നമ്മുടെക്ക് തരുന്ന വെള്ളം ശരിക്കും നമുക്ക് നേരിട്ട് കുടിക്കാൻ പറ്റേണ്ടതാണ്. ശരിക്കും പ്യുവർ വാട്ടറാണ് നമുക്ക് തരേണ്ടത്. ഓക്കെ, വേറെ ഇനി ആരാ ഉള്ളേ? സാറേ, ആരാണ്? അനിൽകുമാർ സാർ, പ്ലീസ്. അനിൽകുമാർ. അവൻ്റെ ടീച്ചറിൻ്റെ ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഇത് വീട്ടിലുള്ള എല്ലാവരും തന്നെ കേൾക്കേണ്ടതാണ്. നമ്മളെല്ലാവരും ഇവ കാര്യങ്ങളൊക്കെ അറിയാവുന്നുണ്ടെങ്കിലും ടീച്ചർ ഒന്നും കൂടെ സ്ട്രെസ് പറയുമ്പോൾ അവരുടെ ചിന്ത അതിലേക്ക് വരുവാൻ സാധിക്കും. ഈ ടീച്ചർ നമുക്കെല്ലാവർക്കും അറിയാം, ഓവർ ഈറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ അതുപോലെ തന്നെ ഈ മേടിക്കുന്ന സാധനങ്ങളുടെ ബിസ്ക്കറ്റ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളിലും പാം ഓയിൽ ഉൾപ്പെടെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നമ്മളെ അപകടത്തിലാക്കുകയാണ്. പിന്നെ ടീച്ചർ എടുത്തു പറഞ്ഞു, സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കുന്നു. ഇപ്പോൾ ആൾക്കാർ സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ എടുത്തു പറഞ്ഞത് ടീച്ചർ ഹോംലി ഫുഡിന്റെ പ്രയോജനം, അത് വളരെ നല്ല നല്ല പോയിന്റുകൾ പറഞ്ഞു. ഞാൻ പണ്ട് പറയാറുള്ള 3 P, അതായത് പപ്പടം, പിക്കിൾസ്, പായസം അവോയ്ഡ് ചെയ്യണം ഒരുമാതിരി പ്രായമായി കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഇവിടെ എടുത്ത് പറഞ്ഞു വെച്ചിട്ടുള്ളത്, ഉപയോഗിച്ച എണ്ണ പാടില്ല, ഷുഗർ കുറച്ചിരിക്കണം, അത് ഉപയോഗിക്കരുത്, സോൾട്ട്, മൈദമാവ്, ജംഗിൾ ഫുഡ്, ഇതൊക്കെ നമുക്ക് വളരെയധികം നമ്മുടെ ആയുസ്സിനെയും ആരോഗ്യത്തെയും ബാധിക്കും. നമ്മൾ ഒരു മനുഷ്യർക്ക് കൊടുക്കുന്ന ഒരു ആശംസകൾക്ക് പറയുന്ന ആയുസ്, ആരോഗ്യ, സൗഖ്യമാണ്. അപ്പം നമ്മുടെ ആയുസ്സിനെയും നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ സൗഖ്യം വിട്ടു പോവുകയും ചെയ്യും. അടിപൊളിയായിട്ടുള്ള സന്തോഷകരമായ നല്ല ഒരു ജീവിതം നയിക്കാൻ വേണ്ടി, ആ രോഗത്തിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ജീവിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ കഴിയാനും ഒക്കെ
ടീച്ചറിന്റെ ക്ലാസ് വളരെ ഇവിടെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. എല്ലാ ആശംസകളും എല്ലാവർക്കും നേരുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കും. സലീൽ ചൗധരിയുടെ പാട്ടുകളുമായിട്ട് നാളെ കാണാം കേട്ടോ. ഓക്കെ, സീ യു. പാട്ടുകളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബൈ ഓമന ടീച്ചർ. താങ്ക് യു താങ്ക് യു വെരി സർ. മച്ച്. താങ്ക് യു. ബൈ.